إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ولولا أن ثبتناك لقد كدت تركن إليهم شيئا قليلا സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് തഖ്വയോടുകൂടി ഇഖ്ലാസോടുകൂടി ജീവിതം നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈമാനും തഖ്വയും നേടിയെടുക്കുക എന്നതിലേറെ പ്രധാനമാണ് നേടിയെടുത്ത വിശുദ്ധി ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കുക എന്നതിന്. മൂല്യമുള്ള ഒരു വസ്തു നിർമ്മിക്കാൻ ഏറെ സമയവും അധ്വാനവും ആവശ്യമായി വരുമെങ്കിലും അത് നശിപ്പിക്കാൻ, തകർത്ത് കളയാൻ ചിലപ്പോൾ നിമിഷങ്ങളെ ആവശ്യമായി വരികയുള്ളൂ എന്നത് നമുക്കറിയുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ക്ഷമയിലൂടെ, സഹനത്തിലൂടെ, സൽക്കർമ്മങ്ങളിലൂടെ, പ്രാർത്ഥനകളിലൂടെ നാം നേടിയെടുത്ത വിശുദ്ധി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും നിലനിർത്താനുള്ള തൗഫീഖിനു വേണ്ടി നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖും കാവലും ഇല്ലെങ്കിൽ ആർക്കും എന്തും സംഭവിച്ചേക്കാം എന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ചില ആളുകൾ സ്വർഗത്തിലാണ് എന്ന് തോന്നുന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അവൻ്റെയും അവൻ്റെ മരണത്തിൻ്റെയും ഇടയിൽ ഒരു മുഴം ബാക്കി നിൽക്കെ അവൻ തിന്മകൾ ചെയ്തുകൊണ്ട് നരകാവകാശിയായി മരിക്കും. നേരെ തിരിച്ചും ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇസ്തിഖാമത്തിനു വേണ്ടി, സബാത്തിനു വേണ്ടി, സ്ഥിരതക്കും തുടർച്ചയ്ക്കും വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും കനത്ത ഒരു താക്കീതായി പറയുന്ന ഗൗരവമുള്ള വാചകമാണ് ഖുതുബയുടെ തുടക്കത്തിൽ ഓതിവെച്ച വചനം. വിശുദ്ധ ഖുർആനിൻ്റെ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രാഇൻ്റെ 74-ാം വചനം അള്ളാഹു പ്രവാചകനോട് പറയുകയാണ്, വലൗലാ അൻ സബ്ബത്നാക്, പ്രവാചകരെ, താങ്കളെ നാം ഉറപ്പിച്ച് നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ, സത്യത്തിൽ, ധർമ്മത്തിൽ, നന്മയിൽ, സൽക്കർമ്മങ്ങളിൽ, സത്യവിശ്വാസത്തിൽ താങ്കളെ നാം ഉറപ്പിച്ച് നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ ലഖദ് കിത്ത തർക്കനു ഇലൈഹിം ഷൈഅൻ ഖലീല, ആ അവിശ്വാസികളുടെ, അധർമ്മകാരികളുടെ,
താന്തോന്നികളുടെ മാർഗത്തിലേക്ക് അല്പമൊക്കെ താങ്കളും ചെരിഞ്ഞു പോയേക്കാം, ചാഞ്ഞു പോയേക്കാം. സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അള്ളാഹു ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇസ്തിഖാമത്ത്, നന്മയിൽ ഉറച്ചു നിൽക്കൽ, തുടർച്ചയായി മുന്നോട്ട് പോകൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നാണ് ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഖാമത്തിന്റെ പ്രാധാന്യമായി പഠിപ്പിച്ചു. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ആരെങ്കിലും ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണ് എന്ന് പറയുകയും ജീവിതത്തിൽ നേരെ ചൊവ്വേ നിലകൊള്ളുകയും ചെയ്യുന്നുവെങ്കിൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ഭയപ്പെടേണ്ടി വരില്ല, അവർക്ക് ദുഃഖിക്കേണ്ടി വരില്ല. അല്ലാഹ് പറയുകയാണ്, വിശ്വാസിയായിക്കൊണ്ട് ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരാരോ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കേണ്ടി വരില്ല, അവർ ഭയപ്പെടേണ്ടി വരില്ല. ആ ദുഃഖവും ഭയവുമില്ലാത്ത സ്വർഗത്തിൻ്റെ ആളുകളാകാൻ, ഇസ്തിഖാമത്തോടുകൂടി ജീവിതത്തിൽ മുന്നേറാൻ വിശ്വാസികളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പിശാച് വീണ്ടും സർവശക്തിയും ഉപയോഗിച്ച് നമ്മെ തിന്മയിലേക്ക് കൊണ്ടുപോകാൻ, നമ്മെ തെറ്റുകാരാക്കാൻ, നമ്മുടെ ഈമാനിനെ പുഴുക്കുത്തേൽപ്പിക്കാൻ സദാ ശ്രമിച്ചുകൊണ്ടിരിക്കുമെന്ന ബോധം നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പ്രവാചകന്മാരുടെ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ, അമ്പിയാക്കളുടെ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ പ്രത്യേകം പഠിപ്പിക്കുന്ന ചില വാചകങ്ങളുണ്ട്. മുസ്ലിമായി ജീവിക്കുക എന്നതിലേറെ പ്രാധാന്യം അങ്ങനെ തന്നെ ജീവിച്ച് മുസ്ലിമായി തന്നെ മരിക്കുക എന്നതിന് അവർ കൊടുത്തു എന്നാണ്. എന്താണ് പ്രവാചകന്മാരുടെ പ്രാർത്ഥന? തവഫനി മുസ്ലിമാ വൽഹിഖ്നി ബിസ്സാലിഹീൻ. തവഫനി മുസ്ലിമാ, മുസ്ലിമായി തന്നെ എന്നെ മരിപ്പിക്കണേ അല്ലാ. വൽഹിഖ്നി ബിസ്സാലിഹീൻ, സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ എന്നെ ചേർക്കണേ അല്ലാ. യൂസുഫ് നബിയുടെ പ്രാർത്ഥനയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ, മുസ്ലിമായി മരിപ്പിച്ച് മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ എന്നെ ചേർക്കണമേ എന്ന് ഒരു പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വാസികളെ നമ്മൾ എത്രത്തോളം പ്രാർത്ഥിക്കണം. വിശുദ്ധ ഖുർആൻ മറ്റൊരു പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്, വതവഫനാ മഅൽ അബ്റാർ, പുണ്യവാന്മാരോടൊപ്പം എന്നെ മരിപ്പിക്കണേ അല്ലാ. സഹോദരങ്ങളെ, ഈ പ്രാർത്ഥനയൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. നന്മയിൽ ഉറച്ചു നിൽക്കാൻ, അതിൽ തന്നെ തുടരാൻ, നമ്മുടെ ഈമാനിൽ വർധനവുണ്ടാക്കാൻ എപ്പോഴും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്നർത്ഥം. ജീവിതത്തെ നന്മകളെ കൊണ്ട് ധന്യമാക്കിയ സ്വഹാബികൾ, അവർക്ക് നേടിയെടുത്ത ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, ഇസ്തിഖാമത്തിൽ ഉറച്ചു നിൽക്കാൻ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. എന്തേ കാരണം? ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുമ്പോൾ ഇസ്ലാമിൽ നിന്ന് തെറിച്ചുപോയ, ആദ്യമൊക്കെ ജീവിതം നന്മകളെ കൊണ്ട് ധന്യമാക്കുകയും പിന്നീട് ഹിദായത്ത് നഷ്ടപോവുകയും ചെയ്ത എത്രയോ ആളുകളുടെ ചരിത്രം ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, കാഫിറായ ഒരു പെണ്ണിനെ, ഖവാരിജുകളിൽപ്പെട്ട ഒരു പെണ്ണിനെ ഞാൻ കല്യാണം കഴിച്ച് എൻ്റെ ആദർശത്തിലേക്ക് അവളെ കൂടി കൊണ്ടുവരുമെന്ന് പറഞ്ഞ് വിവാഹം ചെയ്ത ഒരാൾ പിന്നീട് അവളുടെ ആദർശത്തിലേക്ക് പോവുകയും കാഫിറായി മരിച്ചു പോവുകയും ചെയ്തത് ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഈജിപ്തിൽ 30 വർഷം പള്ളിയിൽ ബാങ്ക് വിളിച്ചൊരു വ്യക്തി ഒരു ദിവസം ബാങ്ക് വിളിക്കാൻ പള്ളിയുടെ മുകളിലേക്ക് കയറി താഴേക്ക് നോക്കുമ്പോൾ പള്ളിയോട് ചേർന്നുള്ള വീട്ടിൽ സുന്ദരിയായ ഒരു ക്രിസ്ത്യൻ പെണ്ണിനെ കാണുകയും ബാങ്ക് വിളി കഴിഞ്ഞ് നമസ്കാരവും കഴിഞ്ഞ് അവിടെ അരികിലേക്ക് പോവുകയും നീ എന്തിനാണ് വന്നതെന്ന് ചോദിക്കുകയും നിന്നെ എനിക്ക് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം പറയുകയും ഞാനൊരു ക്രിസ്ത്യാനിയും നീ ഒരു മുസ്ലിമുമാകുമ്പോൾ എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുകയും ഞാൻ ക്രിസ്ത്യാനിയാകാൻ തയ്യാറാണ് എന്ന് ആ മനുഷ്യൻ പറയുകയും എങ്കിൽ നീ ക്രിസ്ത്യാനിയാകൂ എന്ന് പറഞ്ഞ് അവൻ ഷഹാദത്ത് കലിമയിൽ നിന്ന് മാറിപ്പോവുകയും ക്രിസ്തു മതം സ്വീകരിക്കുകയും അച്ഛനോട് കാര്യങ്ങൾ പറയുകയും മുകളിലേക്ക് സ്റ്റെപ്പ് കയറി പോകുമ്പോൾ കാൽ വഴുതി വീണ് മൂക്ക് കുത്തി മരിക്കുകയും കാഫിറായി മരിച്ചു പോവുകയും ചെയ്തത് സഹോദരങ്ങളെ ഈജിപ്തിൽ നടന്ന സംഭവമാണ്. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ. മുസൈലിമത്തുൽ കദ്ദാബിനോട് തർക്കിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഇനിയൊരു പ്രവാചകൻ വരില്ലെന്ന് പറയാൻ തർക്കിക്കാൻ പോയ വ്യക്തി പിന്നീട് മുസൈലിമയുടെ വാദം ശരിയാണെന്ന് പറഞ്ഞ് മുസൈലിമയും ഒരു പ്രവാചകനാണ് എന്ന് വിശ്വസിക്കുന്നതിലേക്ക് പോവുകയും അങ്ങനെ തന്നെ ജീവിക്കുകയും അങ്ങനെ തന്നെ മരിക്കുകയും ചെയ്തത് ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ശിഷ്യനായ ഒരാൾ പിന്നീട് ഇസ്ലാമിക മതത്തിൽ നിന്ന് തെറിച്ചുപോയ അനുഭവങ്ങൾ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുകയാണ്. അതുകൊണ്ട് എപ്പോഴും ഇസ്തിഖാമത്തിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കണമെന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവമുണ്ട്. കാന റജുലൻ
നസ്റാനിയൻ ഫഅസ്ലമ വഖറഅ അൽ-ബഖറ വആല ഇംറാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഒരു ക്രിസ്ത്യാനി വിശ്വസിച്ച് ഇസ്ലാം സ്വീകരിച്ചു. അൽ ബഖറയും ആൽ ഇംറാനും ഒക്കെ പ്രവാചകനിൽ നിന്ന് കേട്ടുപഠിച്ചു. പ്രവാചകന്റെ നിർദ്ദേശപ്രകാരം അവയെല്ലാം എഴുതി വെക്കുന്ന കാത്തിബുൽ വഹിയായി മാറി. പിന്നീട് തൻ്റെ ക്രിസ്തു മതത്തിലേക്ക് തന്നെ അവൻ തിരിച്ചു പോവുകയാണ്. ഞാൻ എഴുതി വെച്ചത് നോക്കിയാണ് മുഹമ്മദ് പുലമ്പുന്നത് എന്ന കള്ളവാദവുമായി അവൻ രംഗത്ത് വരികയാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേദനിപ്പിച്ചു. പ്രവാചകൻ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇജ്അൽഹു ആയ, അല്ലാഹുമ്മ ഇജ്അൽഹു ആയ, ജനങ്ങൾക്ക് ഈ മനുഷ്യനെ ഒരു ദൃഷ്ടാന്തമാക്കണേ അല്ലാഹ്. പ്രവാചകന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. ആ വ്യക്തി മരിച്ചു. അവൻ്റെ ആളുകൾ അവനെ കബറടക്കി. മണ്ണ് സ്വയം പിളർന്ന് മയ്യത്ത് പുറന്തള്ളപ്പെട്ടു. വീണ്ടും ആഴമുള്ള കുഴിയുണ്ടാക്കി കബറടക്കി. മണ്ണ് പിളർന്ന് ആ മയ്യത്ത് പുറന്തള്ളപ്പെടുകയാണ്. മൂന്നാമതൊരിക്കൽ കൂടി ആഴമുള്ള കുഴിയുണ്ടാക്കി ഭാരം വെച്ച് മാറി നിൽക്കുമ്പോൾ കാണുന്നത് മണ്ണിങ്ങനെ പിളർന്നു വരുന്നതും മയ്യത്ത് പുറത്തേക്ക് ചാടുന്നതുമാണ്. ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ലെന്ന് പറഞ്ഞ് അവൻ്റെ ആളുകൾ ആ മയ്യത്ത് പുറത്തിട്ട് പോയി എന്നാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രസ്തുത ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മുഹദ്ദിസുകൾ പറഞ്ഞ വാചകം, മുഅ്മിനീങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ കല്ലിൽ കൊത്തിവെച്ചതുപോലെ ഉണ്ടാകണം. അവർ പറഞ്ഞു, ആദ്യമൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി, പിന്നീട് അല്പമൊക്കെ അതിനുവേണ്ടി പ്രവർത്തിച്ച് അതിൽ ജീവിച്ച് പിന്നീട് അതിട്ടെറിഞ്ഞു പോകുന്ന ആളുകൾക്കുള്ള കനത്ത താക്കീത് ഈ ഹദീസിലുണ്ട് എന്നാണ്. അള്ളാഹു നമുക്ക് ഇസ്തിഖാമത്ത് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇനിയും എത്രയോ സംഭവങ്ങൾ ഇപ്രകാരം നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഇസ്ലാമിന് വേണ്ടി ജീവിക്കുകയും ഇസ്ലാമിൽ തന്നെ തുടരാൻ വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്യണം. എപ്പോഴും ഒരേ അവസ്ഥ നിലനിർത്താൻ സാധിച്ചു കൊള്ളണമെന്നില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ഈമാനു യസീദു വയൻഖുസ്, ഈമാൻ കൂടും ഈമാൻ കുറയും. ഈമാൻ ഒരേപോലെ നിലനിർത്താൻ സാധിക്കുകയില്ല, എന്നാലും പറ്റേ ചുരുങ്ങിപ്പോകാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണമെന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു ഹദീസിൽ കാണാം, ലികുല്ലി അമലിൻ ശിറ, ഏതൊരു കാര്യത്തിനും ഒരു ആവേശഘട്ടമുണ്ടായിരിക്കും. അതിൻ്റെ തുടക്കത്തിൽ വലിയൊരു ആവേശമായിരിക്കും. ഒരു പുതിയ ചെരുപ്പ് വാങ്ങിയാൽ നമ്മൾ അതിൽ ഒരല്പം പൊടിയാകുമ്പോഴേക്ക് കൈകൊണ്ട് തുടച്ചു മാറ്റും. ഒരു പുതിയ വസ്ത്രം വാങ്ങിയാൽ നമ്മൾ വല്ലാതെ കൊണ്ട് നടക്കും. ഒരു പുതിയ കാറ് വാങ്ങിയാൽ നമ്മൾ എപ്പോഴും അതിങ്ങനെ കഴുകി വൃത്തിയാക്കി കൊണ്ട് നടക്കും. പക്ഷേ അതൊന്ന് പഴകിയാൽ പിന്നീട് ആ ചെരുപ്പ് വെള്ളം കണ്ടിട്ട് എത്ര ദിവസമായി എന്ന് തോന്നുന്ന അവസ്ഥയിലേക്ക് പോകാറില്ലേ? ഇത് ഇബാദത്തിൻ്റെ വിഷയത്തിലും ഉണ്ടാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലികുല്ലി അമലിൻ ശിറ, ഏതൊരു കാര്യത്തിനും ഒരു ആവേശമുള്ളൊരു ഘട്ടമുണ്ടാകും. വലികുല്ലി ശിറത്തിൻ ഫത്ര, ഏതൊരു ആവേശത്തിനും കെട്ടടങ്ങുന്ന ഇടവേള വരുന്ന ഒരു സന്ദർഭവും കടന്നു വരും. ഫമൻ കാനത്ത് ഫത്രതുഹു ഇലാ സുന്നത്തി, അപ്പോഴും അവൻ്റെ ആവേശം ചോർന്നാലും എൻ്റെ മാർഗത്തിൽ നിന്ന് അവൻ പിഴച്ചു പോകുന്നില്ലെങ്കിൽ അവൻ വിജയിച്ചിരിക്കുന്നു. ഫഖദ് അഫ്ലഹ, അവൻ വിജയിച്ചിരിക്കുന്നു. വമൻ കാനത്ത് ഇലാ ഗൈരി ദാലിക്, പക്ഷേ ആവേശം ചോർന്നതോടുകൂടി ഈമാൻ തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് താഴ്ന്നു പോയാൽ ഫഖദ് ഹലക, അവൻ നശിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, സ്വഹാബികൾ അവരുടെ ജീവിതത്തിൻ്റെ രീതി എന്തായിരുന്നു? എത്രത്തോളം ഹസനുൽ ബസ്വരി റഹിമഹുല്ല പറയുകയാണ്, വല്ലാഹി, അല്ലാഹുവാണേ സത്യം, ലഖദ് അദ്റക്തു 70 ബദരിയ, ഞാൻ 70 ബദരീങ്ങളെ കണ്ടിട്ടുണ്ട്. ബദറിൽ പങ്കെടുത്ത 70 സ്വഹാബികളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ലൗ റഅയ്തുമൂഹും ഖുൽതും മജാനീൻ, നിങ്ങളെങ്ങാനും ആ സ്വഹാബികളെ കണ്ടാൽ, അവരുടെ ഈമാൻ മനസ്സിലാക്കിയാൽ, അവരുടെ ഇബാദത്തുകളിൽ ശ്രദ്ധ കണ്ടാൽ, കുൽത്തും, നിങ്ങൾ പറഞ്ഞു പോകും, മജാനീൻ, ഒരു ഭ്രാന്തന്മാർ എന്ന്. അവരുടെ ഇബാദത്തിൻ്റെ ശക്തി കണ്ടിട്ട്, ഈമാനിൻ്റെ ശക്തി കണ്ടിട്ട്, ഇബാദത്തുകൾ അവർ കാണിക്കുന്ന താല്പര്യം കണ്ടിട്ട് നിങ്ങൾ പറഞ്ഞു പോകും, മജാനീൻ, ഇവർ ഭ്രാന്തന്മാരാണോ എന്ന്. പക്ഷേ വലൗ റഉ ഖിയാറക്കും, നിങ്ങളിലെ ഏറ്റവും നല്ല ആളുകളെ ആ സ്വഹാബികൾ കണ്ടാൽ, ലഖാലു, അവർ പറയും, മാലി ഹൗലാഇ മിൻ ഖലാഖ്, ഇവർക്കെന്താ ദീനീബോധമൊന്നുമില്ലേ എന്ന് നിങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞു പോകും. വലൗ റഉ ശിറാറക്കും, നിങ്ങളിലെ ഏറ്റവും തിന്മ ചെയ്യുന്ന ആളുകളെയാണ് ലഖാലു, അവർ കാണുന്നതെങ്കിൽ പറഞ്ഞു പോകും, മാ യുഅ്മിനു ഹൗലാഇ ബിയൗമിൽ ഹിസാബ്, ഇവർക്കെന്താ പരലോകത്തിൽ വിചാരണയിൽ വിശ്വാസമില്ലാത്തവരാണോ എന്ന് മുഅ്മിനീങ്ങളിലെ ഏറ്റവും മോശക്കാരെ കണ്ടാൽ ആ സ്വഹാബികൾ പറഞ്ഞു പോകും. മുസ്ലിമീങ്ങളെ ഏറ്റവും നല്ലവരെ കണ്ടാൽ പോലും ഇവർക്കെന്താ വലിയ ശ്രദ്ധയൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു പോകുമെന്നാണ്. സഹോദരങ്ങളെ, അത്രത്തോളം ഇബാദത്തുകളിൽ താല്പര്യം കാണിച്ചവരായിരുന്നു സ്വഹാബത്ത്. എങ്കിലും ഈമാൻ കുറഞ്ഞു പോകുന്ന അവസ്ഥ അവരിലും ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു തൻ്റെ സന്തത സഹചാരികളെ സന്ദർശിക്കാൻ വേണ്ടി പോയപ്പോൾ മഹാനായ ഹംദല റളിയല്ലാഹു അൻഹുവിനെ കാണുകയാണ്.
അദ്ദേഹം സ്വയം കുറ്റപ്പെടുത്തി പറയുന്നു, നാഫഖ ഹൻളല, നാഫഖ ഹൻളല, ഈ ഹൻളല ഒരു മുനാഫിക്കാണ് എന്ന് തോന്നുന്നു. അബൂബക്കർ റളിയല്ലാഹുവിന് ചോദിച്ചു, താങ്കൾ എന്താണ് താങ്കളെ തന്നെ നിഫാക്ക് വെച്ച് പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, അബൂബക്കറെ, റസൂലുള്ളാഹിന്റെ സദസ്സിലിരിക്കുമ്പോൾ, പ്രവാചകന്റെ ഖുതുബ കേൾക്കുമ്പോൾ ഈമാനികമായ അവസ്ഥ എനിക്കിങ്ങനെ കൂടിക്കൂടി വരും. സ്വർഗത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ, നരകത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ആ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഞാൻ നന്മകൾ ചെയ്യുമെന്ന് തീരുമാനമെടുക്കും. പക്ഷേ എൻ്റെ വീട്ടുകുടുംബങ്ങളുമായി, എൻ്റെ കൂട്ടുകുടുംബങ്ങളുമായി, എൻ്റെ ജോലി ഭൗതിക വ്യവഹാരങ്ങളുമായി ഞാൻ ഇടപഴകുമ്പോൾ ആ ഈമാൻ കുറഞ്ഞു പോവുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതേ അവസ്ഥ എനിക്കുമുണ്ട്. രണ്ടുപേരും പ്രവാചകന്റെ അരികിൽ ചെന്നു, കാര്യം അവതരിപ്പിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, ലൗലാ തദൂമൂന അലാ മാ തകൂനൂന ഇൻദി വഫി ദിക്ർ ലസാഫഹതുകുമുൽ മലായികതു ഫീ ഫുർഷികും വഅലാ തുർഖികും. എൻ്റെ സദസ്സിലിരിക്കുമ്പോഴുള്ള ആ ഈമാൻ ഉണ്ടല്ലോ, അത് എപ്പോഴും നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നുവെങ്കിൽ നടന്നു പോകുന്ന വഴികളിലും കിടക്കുന്ന വിരിപ്പുകളിലും വന്ന് മലക്കുകൾ മുസാഫഹത്ത് നൽകും. അതുണ്ടാവുകയില്ല. വലാകിൻ ഹൻളല സാഅ വസാഅ, പക്ഷേ ഹൻളല ഇടയ്ക്ക് ഈമാൻ കൂടും, ഇടയ്ക്ക് ഈമാൻ കുറയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഈമാൻ നിലനിൽക്കണമെങ്കിൽ നാം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞു പോകാം. ഒന്നാമത്തേത് പണ്ഡിതന്മാർ പറഞ്ഞു, അത്തഖറബു ഇലല്ലാഹി അസ്സ വജൽ ബിന്നവാഫിലി ദൂനൽ ഫറായിൽ. ഫർളുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ സുന്നത്തുകളെ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക. നമ്മുടെ ഈമാൻ നിലനിർത്താൻ നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ വിശുദ്ധി ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫർളിൽ മാത്രം ഒതുങ്ങരുത്. റമദാനിലെ നോമ്പിൽ മാത്രം ഒതുങ്ങരുത്. ഇനിയും സുന്നത്ത് നോമ്പുകളിലൂടെ നമ്മുടെ ഈമാൻ പുതുക്കിക്കൊണ്ടേയിരിക്കണം. ഫർള് നമസ്കാരങ്ങളിൽ മാത്രം ഒതുങ്ങരുത്. സുന്നത്തായ നമസ്കാരങ്ങളിലൂടെ, റവാത്തിബുകളിലൂടെ, ളുഹയിലൂടെ നമ്മുടെ ഈമാൻ നമ്മൾ പുതുക്കിക്കൊണ്ടേയിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖുദ്സിയായ ഹദീസിൽ അല്ലാഹ് പറഞ്ഞതായി, വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ ഹത്താ ഉഹിബ്ബഹു. സുന്നത്തുകൾ ചെയ്തുകൊണ്ട് എൻ്റെ അടിമ എന്നിലേക്ക് അടുത്തടുത്ത് വന്നാൽ ഞാൻ അവനെ വല്ലാതെ ഇഷ്ടപ്പെടും. സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടാനുള്ള നല്ലൊരു മാർഗമാണ് സുന്നത്തായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അധികരിപ്പിക്കുക എന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, ഖിറാഅത്തുൽ ഖുർആൻ ബിത്തദബ്ബുരി വതഫഹുമി ലിമആനിഹി. വിശുദ്ധ ഖുർആൻ അർത്ഥവും ആശയവുമൊക്കെ അറിഞ്ഞുകൊണ്ട് പാരായണം ചെയ്യുക. ഖുർആൻ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഓതുന്ന രീതിയിലേക്ക് നാം എത്തുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതെന്താ? വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ഒരു സൂറത്തിൽ തന്നെ 4 തവണ അല്ലാഹ് ചോദിക്കുകയാണ്, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ. ഈ വിശുദ്ധ ഖുർആൻ ചിന്തിച്ചു പഠിക്കാൻ നാം എളുപ്പമാക്കി തന്നിരിക്കുന്നു. ഫഹൽ മിൻ മുദ്ദക്കിർ. ആരാണ് പഠിക്കാനുള്ളത്? ആരാണ് ചിന്തിക്കാനുള്ളത്? അവിടെ പറയാൻ നമുക്ക് സാധിക്കണം, അല്ലാഹുവേ ഞാനുണ്ട്, നിന്റെ കലാമായ ഖുർആൻ അർത്ഥം പഠിച്ച് മനസ്സിലാക്കി അങ്ങനെ തന്നെ ഓതാൻ ഞാൻ തയ്യാറാണ് എന്ന് പ്രതിജ്ഞയെടുക്കാൻ വിശ്വാസികളെ നമുക്ക് സാധിക്കണം. മൂന്നാമത്തെ കാര്യം, ദവാമു ദിക്രില്ലാഹി അസ്സ വജൽ ബിൽ ഖൽബി വൽ ലിസാൻ. നാവുകൊണ്ടും മനസ്സുകൊണ്ടുമുള്ള ദൈവസ്മരണ ദിക്റുകൾ നിലനിർത്തുക എന്നതാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, പ്രധാനമായും 4 സമയത്തെ ദിക്റുകളാണ് അവൻ ശ്രദ്ധിക്കേണ്ടത്. 1 രാവിലെ ചൊല്ലേണ്ട ദിക്റുകൾ, 2 വൈകുന്നേരം ചൊല്ലേണ്ട ദിക്റുകൾ, 3 ഓരോ നമസ്കാര ശേഷവും ചൊല്ലേണ്ട ദിക്റുകൾ, 4 ഉറങ്ങുന്നതിന് മുമ്പ് ചൊല്ലേണ്ട ദിക്റുകൾ. ഈ 4 സന്ദർഭത്തിലുള്ള ദിക്റുകൾ ഏറ്റവും പ്രധാനമായി നാം കാണുകയും അങ്ങനെ നമ്മുടെ നാവുകൊണ്ടും നമ്മുടെ മനസ്സുകൊണ്ടും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിർത്താൻ നമുക്ക് സാധിക്കുകയും ചെയ്താൽ തീർച്ചയായും നാം നമ്മുടെ ഈമാൻ നിലനിർത്തുന്നവരാവുക തന്നെ ചെയ്യും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാ. നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം നിന്നെ അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു നാവ് കൊണ്ട് റബ്ബ് അനുഗ്രഹിക്കലാണ്. റബ്ബിനെ ഓർക്കുന്ന ഒരു നാവ് കൊണ്ട്, പച്ച പിടിച്ചൊരു നാവ് കൊണ്ട് നിനക്ക് ജീവിക്കാൻ സാധിച്ചാൽ അത് വലിയ സൗഭാഗ്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സഹോദരങ്ങളെ, 4ാമത്തെ കാര്യം, അൽ മുജാലസത്തു ബിൽ മുത്തഖീന സ്വാദിഖീൻ. നല്ല ആളുകളോടൊപ്പം സഹവസിക്കുക എന്നതാണ്. നമ്മുടെ ഈമാൻ നിലനിർത്താനുള്ള ഏറ്റവും നല്ലൊരു മാർഗം നമ്മുടെ സഹവാസം നല്ല ആളുകളുടെ കൂടെയായിരിക്കണം. നാം എവിടെയാണെങ്കിലും, ജോലിസ്ഥലത്താണെങ്കിലും, വീട്ടിലാണെങ്കിലും, കുടുംബത്തിലാണെങ്കിലും, കല്യാണ വീട്ടിലാണെങ്കിലും, മരിച്ച സ്ഥലത്താണെങ്കിലും, എവിടെയാണെങ്കിലും നമ്മോടൊപ്പം കൂടുന്നവർ നല്ല ആളുകളാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർറജുലു അലാ ദീനി ഖലീലിഹി
ഫല്യൻദുർ മയ്യുഖാലിൽ, ഓരോരുത്തരും അവനവൻ്റെ കൂട്ടുകാരൻ്റെ ആദർശത്തിലായിരിക്കും. ആരോടാണ് കൂട്ടുകൂടുന്നത് എന്ന് ഓരോരുത്തരും പരിശോധിക്കണം എന്നാണ്. സത്യസന്ധനും ദീനീബോധവുമുള്ള മതനിഷ്ഠയുള്ള പടച്ചവനെ പേടിയുള്ള കൂട്ടുകാരെ, സഹോദരങ്ങളെ നാം തിരഞ്ഞെടുക്കണം. നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് നമ്മളോട് ഓർമ്മപ്പെടുത്തുന്ന, നമ്മൾ കൂടെയില്ലെങ്കിൽ നമ്മളെക്കുറിച്ച് റബ്ബിനോട് പറഞ്ഞ് നമുക്കാവശ്യമുള്ളത് ചോദിച്ചു വാങ്ങുന്ന കൂട്ടുകാരാകണം നമ്മുടെ കൂട്ടുകാർ. നമ്മോടൊപ്പം ഉണ്ടാകുമ്പോൾ നമ്മോട് റബ്ബിനെക്കുറിച്ച് ഇങ്ങനെ ഓർമ്മപ്പെടുത്തും, നമ്മോടൊപ്പമില്ലെങ്കിൽ നമ്മളെക്കുറിച്ച് റബ്ബിനോട് ഓർമ്മപ്പെടുത്തും. റബ്ബിനോട് പറഞ്ഞ് നമുക്കാവശ്യമുള്ളത് തേടുന്ന, പ്രാർത്ഥിക്കുന്ന കൂട്ടുകാരെ നാം തിരഞ്ഞെടുക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം ചീത്ത കൂട്ടുകെട്ടിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. അൽ മുബാഅദതു അൻ ശുബ്ഹാത്തി വശഹവാത്ത്, മോശമായ കാര്യങ്ങളിൽ നിന്നും സംശയാസ്പദമായ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ നമുക്ക് സാധിക്കണം. എന്താണ് ശുബ്ഹത്തും ശഹവത്തും തമ്മിലുള്ള വ്യത്യാസം? ശുബ്ഹത്ത് എന്ന് പറഞ്ഞാൽ ദീനിൽ സംശയമുണ്ടാക്കലാണ്. അങ്ങനെയൊക്കെ ഉണ്ടോ, ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് ദീനിൽ സംശയമുണ്ടായി, ആശയക്കുഴപ്പമുണ്ടായി നമ്മൾ തെറ്റിപ്പോകുന്ന അവസ്ഥ. ശഹവത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ തിന്മകളോടുള്ള ആഗ്രഹമാണ്. അതും ചെയ്യണം, ഇതും ചെയ്യണം, ഏത് തിന്മയാണെങ്കിലും അതൊക്കെ ചെയ്യണമെന്ന മനസ്സിൻ്റെ അഭിവാഞ്ച, അത് രണ്ടിൽ നിന്നും വിട്ടുനിൽക്കാൻ നമുക്ക് സാധിക്കണമെന്നർത്ഥം. സഹോദരങ്ങളെ, മറ്റൊരു കാര്യം മുഹാസബത്തു നഫ്സാണ്. ആത്മവിചാരണക്ക് നമ്മുടെ മനസ്സിനെ എപ്പോഴും നമ്മൾ വിധേയമാക്കണം. ഞാൻ ഇന്ന് കണ്ടതും പറഞ്ഞതും ചെയ്തതും ചിന്തിച്ചതും റബ്ബിന് ഇഷ്ടപ്പെട്ടത് തന്നെയാണോ? എൻ്റെ പ്രവാചകൻ എതിർത്ത വല്ലതും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയോ? ഓരോ ദിവസവും ഉറങ്ങും മുമ്പ് നമ്മുടെ ജീവിതത്തെ വിലയിരുത്താൻ നമുക്ക് സാധിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം മരണചിന്ത നിലനിർത്തുക എന്നത് നമ്മുടെ ഈമാൻ നിലനിർത്താൻ നമ്മെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. നാം നേടിയെടുത്ത വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ ഞാൻ എപ്പോഴും മരിച്ചേക്കാമല്ലോ, മുസ്ലിമായി മുഅ്മിനായി മരിക്കണമല്ലോ എന്ന ചിന്ത നമുക്ക് നിലനിർത്താൻ സാധിക്കണം. സഹോദരങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ലുസൂമു മജാലിസൽ ഇൽം, അറിവ് കിട്ടുന്ന സദസ്സുകളിൽ നമ്മൾ ഹാജരാവുക എന്നതാണ്. നമ്മുടെ ഖുർആൻ പഠിക്കുന്ന ക്ലാസുകളിൽ നമ്മൾ ഹാജരാകാൻ, ദീൻ ചർച്ച ചെയ്യുന്ന സദസ്സുകളിൽ നമ്മൾ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്വഹാബികൾ പരസ്പരം കാണുമ്പോൾ പറയുമായിരുന്നു, ഇജ്ലിസ് ബിന നുഅ്മിനു സഅ, ഇജ്ലിസ് ബിന, നമുക്കൊന്ന് ഒന്നിച്ചിരിക്കാം, നുഅ്മിനു സഅ, നമ്മുടെ ഈമാൻ ഒന്ന് വർദ്ധിപ്പിക്കാം. നോക്കൂ നിങ്ങൾ, ഒന്നിച്ചിരുന്നാൽ തന്നെ, ദീനൊന്ന് ചർച്ച ചെയ്താൽ തന്നെ ഈമാൻ വർദ്ധിക്കുമെന്ന് മനസ്സിലാക്കിയ സ്വഹാബത്ത് അതിന് പ്രത്യേകം ശ്രദ്ധ പുലർത്തുമായിരുന്നു എന്നാണ്. എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്തിനോട് ഗൗരവത്തോടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഖാരിബു, വിശ്വാസികളെ, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടേയിരുന്നോളൂ. വസദ്ദിദു, വക്രതയും വളവുമില്ലാതെ നേരെ ചൊവ്വയുള്ള മാർഗത്തിൽ നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ. വഅലമു, അതോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, അന്നഹു ലയൻജു അഹദും മിൻകും ബിഅമലിഹി, നിങ്ങളിൽ ഒരാളും തന്നെ സൽക്കർമ്മങ്ങളെ കൊണ്ട് മാത്രം സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. സ്വഹാബത്ത് ചോദിച്ചു, വലാ അൻത യാ റസൂലല്ലാഹ്, റസൂലേ, നിങ്ങൾ പ്രവേശിക്കുമോ? അമല് കൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പോകില്ലേ? ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, വലാ അന, ഞാനുമില്ല, ഇല്ലാ അയതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വഫദ്ൽ, അള്ളാഹു അവൻ്റെ ഔദാര്യം കൊണ്ട്, അവൻ്റെ കാരുണ്യം കൊണ്ട് എന്നെ വാരി പുണർന്നാലല്ലാതെ, എന്നെ മൂടി പുതച്ചാലല്ലാതെ സ്വഹാബത്തെ എനിക്കും സ്വർഗമില്ല, എനിക്കും രക്ഷയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ റബ്ബിൻ്റെ കാരുണ്യം, അതാണ് മുഅ്മിനീങ്ങളെ നമ്മുടെ ആഗ്രഹം. കാരുണ്യമില്ലാതെ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കാൻ ഒരു പള്ളിയിൽ, ഒരു സദസ്സിൽ നമ്മളിരിക്കുമ്പോൾ, എല്ലാ ശനിയാഴ്ചയും ഇവിടെ നടക്കുന്ന ഖുർആൻ പഠന ക്ലാസ്സുകളിൽ നമ്മൾ ഹാജരാകുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? റസൂലുള്ളാഹി പറഞ്ഞു, നസലത്ത് അലൈഹിമുസ് സക്കീന, അവർക്ക് സമാധാനം നാം ഇറക്കി കൊടുക്കും. വഗശിയതുഹുർ റഹ്മ, കാരുണ്യം അവരെ മൂടും. വഹഫത്തുഹുൽ മലായിക, മലക്കുകൾ അവരെ വലയം ചെയ്യും. വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദ, അല്ലാഹു അവൻ്റെ അടുക്കലുള്ളവരോട് അവനെക്കുറിച്ച് പറയും. മുഅ്മിനീങ്ങളെ, ഒരിക്കലും അത് നമ്മൾ നഷ്ടമാക്കരുത്. അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടുന്ന, സമാധാനം ഇറങ്ങുന്ന, മലക്കുകളുടെ സംരക്ഷണം കിട്ടുന്ന റബ്ബിൻ്റെ അടുക്കൽ നാം സ്മരിക്കപ്പെടാൻ കാരണമാകുന്ന ആ ഒരു നന്മ നിലനിർത്തുക എന്നത് നമ്മുടെ ജീവിതത്തിൽ ഈമാൻ നിലനിർത്താൻ നമ്മെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അത്തരത്തിൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ, വീണ്ടും വീണ്ടും ഈമാനിനെ പുതുക്കാൻ നാം ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹാബത്തി ത്വയ്യിബീൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. ഇസ്തിഖാമത്തിൻ്റെ, നന്മയിൽ ഉറച്ചു നിൽക്കേണ്ടുന്നതിൻ്റെ പ്രാധാന്യമാണ് നമ്മൾ പറഞ്ഞു വന്നത്. നന്മ നേടിയെടുക്കുന്നതോടൊപ്പം അവ നിലനിർത്താൻ സാധിക്കുക എന്നത് വലിയ സൗഭാഗ്യമാണ് എന്നും ജീവിതത്തിൻ്റെ മുക്കാൽ ഭാഗവും നന്മകളിൽ മുന്നോട്ട് പോവുകയും പിന്നീട് കാഫിറുകളായി മരിച്ചു പോവുകയും ചെയ്ത ആളുകൾ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നും പ്രവാചകനോട് പോലും അള്ളാഹു ഉറപ്പിച്ചു നിർത്തിയിട്ടില്ലെങ്കിൽ തിന്മകളിലേക്ക് ചായ്ഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എന്ന താക്കീത് അള്ളാഹു നൽകിയതും നാം മനസ്സിലാക്കുകയുണ്ടായി. നമ്മുടെ ഈമാൻ നിലനിർത്താൻ നമുക്ക് സാധിക്കണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നാം സൂചിപ്പിച്ചു. സുന്നത്തായ കർമ്മങ്ങളെ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക, അർത്ഥവും ആശയവും അറിഞ്ഞുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുക, ദിക്റുകൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക, നല്ല ആളുകളോടൊപ്പം സഹവസിക്കുകയും ചീത്ത ആളുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക, സ്വന്തത്തെ എപ്പോഴും വിചാരണ ചെയ്തുകൊണ്ടേയിരിക്കുക, മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തുക, ദീനിയായ സദസ്സുകളിൽ ഹാജരാവുക എന്നതൊക്കെ അതിലേറ്റവും പ്രധാനപ്പെട്ടവയാണ്. നമ്മുടെ ഈമാൻ നിലനിന്ന് കിട്ടാൻ, മരണത്തിൻ്റെ നിമിഷം വരെയും ഈമാനിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് പറയാൻ ആവശ്യപ്പെട്ട ഒരു വാചകമുണ്ട്. വഖുർ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ. വഖുൽ, നബിയെ അങ്ങ് പറയണം, മനുഷ്യ നീ പറയണം, റബ്ബി അഊദു ബിക, അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്, മിൻ ഹമസാത്തി ശയാത്തീൻ, പിശാചുക്കളുടെ ദുർബോധനങ്ങളിൽ നിന്ന്, വ അഊദു ബിക അൻ യഹ്ളുറൂൻ, പിശാചി എൻ്റെ അരികിൽ ഹാജരാകുന്നതിനെയും ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്. പ്രസ്തുത ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു മനുഷ്യൻ ജനിച്ചു വീഴുമ്പോൾ തന്നെ പിശാചിൻ്റെ ആദ്യ ശ്രമം ആ മനുഷ്യനെതിരെ തുടങ്ങും. ഓരോ മനുഷ്യക്കുഞ്ഞും ജനിച്ചു വീഴുമ്പോൾ കരയുന്നത് പിശാചിൻ്റെ കുത്ത് കിട്ടിയിട്ടാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇനി ഏറ്റവും അവസാനത്തെ ശ്രമം, പ്രത്യേകിച്ച് മുസ്ലിമായ മുഅ്മിനായ മനുഷ്യൻ്റെ അരികിൽ വന്ന് കാഫിറായി മരിപ്പിക്കാനുള്ള അവസാന ശ്രമം മരണസമയത്ത് പിശാച് അരികിൽ വന്നുകൊണ്ട് ശ്രമിച്ചു നോക്കും. അതാണ് വഅഊദു ബിക അൻ യഹ്ളുറൂൻ, ഞാൻ മരിക്കുന്ന സമയത്ത് എൻ്റെ അരികിൽ പിശാച് ഹാജരാകുന്നതിൽ നിന്ന് ഞാനിതാ നിന്നോട് രക്ഷ തേടുന്നു എന്ന പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. അല്ലാഹുവേ, ഞാൻ ഹിദായത്തിലായതിനു ശേഷം, നന്മ ഉൾക്കൊണ്ട മനുഷ്യനായതിനു ശേഷം എൻ്റെ ഹൃദയത്തെ തെറ്റിച്ചു കളയല്ലേ, എനിക്ക് കാരുണ്യം തരണേ. കാരുണ്യവും ഹിദായത്തും തമ്മിൽ അത്രമാത്രം ബന്ധമുണ്ട്. അള്ളാഹുവിൻ്റെ കാരുണ്യമില്ലെങ്കിൽ ഏതു മനുഷ്യനും ഹിദായത്തിൽ നിന്ന് തെറ്റിപ്പോകും. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, അള്ളാഹുവേ നിന്നിൽ നിന്നുള്ള കാരുണ്യം ദാനമായി നൽകണമേ. ഇന്നക അൻതൽ വഹാബ്, നീ ധാരാളം ഔദാര്യമായി ദാനം ചെയ്യുന്നവനാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രസ്തുത പ്രാർത്ഥന അവസാനിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം നടത്തിയ പ്രാർത്ഥന അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എൻ്റെ ഹൃദയത്തെ നിൻ്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ എന്നായിരുന്നുവെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചില്ലേ, റസൂൽ അങ്ങ് എന്താണ് എപ്പോഴും ആ പ്രാർത്ഥന ഇങ്ങനെ അധികരിപ്പിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിൻ്റെ രണ്ട് വിരലുകൾക്കിടയിലാണ്. അവൻ ഉദ്ദേശിക്കുമ്പോൾ അവനത് ചലിപ്പിക്കും. ചില ആളുകൾ ആ സമയത്ത് ഹിദായത്തിൽ നിന്ന് തെറ്റിപ്പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ, എൻ്റെ ഹൃദയത്തിന് തഖ്വ തരണേ അല്ലാഹ് എന്ന പ്രാർത്ഥന ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിന പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, ലഖൽബു ബിനി ആദം അശദ്ദു ഇൻഖിലാബൻ മിനൽ ഖിദ്ർ ഇദസ്തജമഅതു ഗലയാന,
വെള്ളം ഇങ്ങനെ അധികം തിളച്ചു മറിഞ്ഞാൽ പുറത്തേക്ക് ഇങ്ങനെ തുള്ളുന്നത് പോലെ മനുഷ്യൻ്റെ ഹൃദയം എപ്പോഴും തിന്മകളിലേക്ക് ചാഞ്ചാടാൻ സാധ്യതയുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ നിലനിന്ന് കിട്ടാൻ, മുഅ്മിനായി ജീവിക്കാൻ, തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ, തൗഹീദിൻ്റെ വാചകമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ നാം ആഗ്രഹിക്കുക, അധ്വാനിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നീ ഞങ്ങൾക്ക് പുറത്തു തരണം റഹ്മാനെ. നന്മകൾ ഉൾക്കൊള്ളാനും നന്മയിൽ തുടരാനുമുള്ള ധൈര്യവും സ്ഥൈര്യവും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം റഹ്മാനെ. രോഗികളായ ആളുകൾക്ക് ശിഫ നൽകണം യാ അല്ലാഹ്. കടം കൊണ്ടും മറ്റും ബുദ്ധിമുട്ടുന്നവർക്ക് അതിൽ നിന്ന് മോചനം നൽകണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.